Good morning, students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു നിർത്തിയത് ഡിസിപ്ലിനാണ്. വാട്ട് ഈസ് ഡിസിപ്ലിൻ, എന്തിനാണ് ഒരു ഓർഗനൈസേഷനിൽ ഡിസിപ്ലിൻ നമ്മൾ ചെയ്യണേ, അതിൻ്റെ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഏതൊക്കെയാണ്, ഇനി എന്താണ് കോഡ് ഓഫ് ഡിസിപ്ലിൻ, ഇത്രയാണ് ലാസ്റ്റ് ക്ലാസ് കവർ ചെയ്തത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ടേക്ക് എ നോ ടോപ്പിക് ദാറ്റ് ഈസ് പനിഷ്മെൻറ്റ്. ഡിസിപ്ലിൻ ആൻഡ് പനിഷ്മെൻ്റ് ആണ്, അതിൽ പനിഷ്മെൻറ്റ് പോർഷനാണ് ഇന്നെടുക്കുന്നത്. സോ ഫസ്റ്റ്, വാട്ട് ഈസ് പനിഷ്മെൻറ്റ്? ദ ആക്ട് ഓഫ് ഡിസിപ്ലിൻ അട്രാക്ട് വേരിയസ് പനിഷ്മെൻറ്റ്സ്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി ടേക്കൺ എന്ന് പറഞ്ഞു അല്ലേ. ദാറ്റ് ആക്ഷൻ മേ ബി പനിഷ്മെൻറ്റ്. സോ പനിഷ്മെൻറ്റ് ഷുഡ് ബി ഗിവൺ അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദ ഒഫൻസ്. നമ്മൾ ചെയ്ത തെറ്റിൻ്റെ തീവ്രതയ്ക്ക് അനുസരിച്ചിട്ടാണ് എന്ത് കൊടുക്കേണ്ടത്, പനിഷ്മെൻറ്റ് കൊടുക്കേണ്ടത്. ഇഫ് ദ ഒഫൻസ് ഈസ് മൈനർ പനിഷ്മെൻറ്റ് ഷുഡ് ബി ഗിവൺ, ആൻഡ് ഇഫ് ദ ഒഫൻസ് ഈസ് എ സീരിയസ് വൺ, then the employer must be punished with a demotion, dismissal, etc. That is, major punishment should be given. So the next is the types of punishment. Mainly there are two types of punishment: minor punishment and major punishment. So first one is minor punishments. Minor punishment le first one ആണ് minor punishment എന്ന് പറയുമ്പോൾ if this offense is not so serious, അത്ര ഗുരുതരമല്ലാത്ത തെറ്റുകൾ ചെയ്യുന്നതിന് കൊടുക്കുന്നതാണ് മൈനർ പനിഷ്മെൻറ്റ്. ഫസ്റ്റ് വൺ ഈസ് ഓറൽ റിപ്രിമാൻഡ് ഓർ വാണിംഗ്. റിപ്രിമാൻഡ് മീൻസ് വാണിംഗ്. ഓറൽ വാണിംഗ് കൊടുക്കുക, അതായത് അവരെ വിളിച്ചിട്ട് ഫസ്റ്റ് ഒരു വാണിംഗ് കൊടുക്കുക, പറയുക നമ്മൾ. ഇഫ് ആൻ അപ്രോപ്രിയേറ്റ് ബിഹേവിയർ ഈസ് മൈനർ ഇൻ നേച്ചർ ആൻഡ് ഹാസ് നോട്ട് പ്രീവിയസ്ലി ഒക്കേർഡ്, ആൻ ഓറൽ വാണിംഗ് മേ ബി സഫിഷ്യൻറ്റ്. It's a verbal interaction between the employee and supervisor. For example, late coming, absenteeism, etc. And oral warning is temporarily recorded in the employee's file. ഇപ്പോൾ നമ്മൾ ചെയ്ത തെറ്റ് അത്ര വലിയ ഗുരുതരം അല്ലെങ്കിൽ ആ എംപ്ലോയി സൂപ്പർവൈസറും തമ്മിലുള്ളൊരു ഓറൽ ഇൻട്രാക്ഷൻ, വെർബൽ ഇൻട്രാക്ഷൻ ആണ് നമ്മൾ ഓറൽ വാണിംഗ് എന്ന് പറയുന്നത്. ഇനി ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വാണിംഗ് കൊടുക്കും. അപ്പോൾ ലേറ്റ് കമ്മിങ്ങും ആബ്സെൻറ്റീസും ഒക്കെ ആണെങ്കിൽ അത് ടെമ്പററി ആയിട്ട് നമ്മൾ എംപ്ലോയി ഫയലിൽ ഇങ്ങനൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എഴുതി വയ്ക്കുകയും ചെയ്യും. ദ സെക്കൻഡ് വൺ ഈസ് റിട്ടൺ റിപ്രിമാൻഡ് ഓർ വാണിംഗ്. എഴുതി കൊടുക്കും വാണിംഗ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ഫോർമൽ സ്റ്റേജ് ഓഫ് കറക്റ്റീവ് ഡിസിപ്ലിൻ. When employees go on repeating the offences and do not try to improve upon their habits, the written warning is issued. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലേറ്റ് കമ്മിങ് വന്നപ്പോൾ ഒരു ഓറൽ വാണിംഗ് കൊടുത്തു. ഓറൽ വാണിംഗ് കൊടുത്തിട്ട് എംപ്ലോയി അതിനോട് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണില്ല, അല്ലെങ്കിൽ എംപ്ലോയി ആളുടെ ഹാബിറ്റ് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഫോർമൽ പ്രൊസീജിയർ ഓഫ് ഡിസിപ്ലിനറി ആക്ഷനാണ് റിട്ടൺ വാണിംഗ്. നമ്മൾ ആ വാണിംഗ് മേലാൾ റിപ്പീറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് എഴുതി കൊടുക്കും. എ റെക്കോർഡ് ഈസ് മെയിൻറ്റെയിൻഡ് ഫോർ വാണിംഗ്. ആ എഴുതി കൊടുത്തേക്കുന്നതിന് ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യും. ആൻഡ് ഇറ്റ് ഓൾസോ സെൻഡ് എ വാണിംഗ് കോപ്പി ടു ദി ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ദ സബ്സ്റ്റാൻഷ്യൽ പനിഷ്മെൻറ്റ് മേ ബി ഗിവൺ ലേറ്റർ. അപ്പോൾ പിന്നീട് സീരിയസ് ആയിട്ട് പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. അതിന് വേണ്ട സബ്സ്റ്റാൻഷ്യൽ പനിഷ്മെൻറ്റ് നമ്മൾ കൊടുക്കുകയും ചെയ്യും. കൊടുത്ത വാണിംഗ്, റിട്ടൺ വാണിങ്ങിൻ്റെ ഒരു കോപ്പി നമ്മൾ HR ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കുകയും ചെയ്യും. Third one is loss of privileges. If the employees commit some serious offences, then the organization stops certain privileges enjoyed by him in the organization. മൂന്നാമത് മൈനർ പനിഷ്മെൻറ്റിൽ വരുന്ന മൂന്നാമത്തെ ഐറ്റമാണ് ലോസ് ഓഫ് പ്രിവിലേജസ്. അതായത് ഇപ്പോൾ എംപ്ലോയിക്ക് ചിലപ്പോൾ വീക്കിലി 1 day ഓഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രിവിലേജ്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പ്രിവിലേജ് ഓർഗനൈസേഷൻ കൊടുക്കുന്നുണ്ടോ, ആ പ്രിവിലേജ് കട്ട് ചെയ്യും. സ്ഥിരമായിട്ട് ഫോൾട്ട് വരുത്തുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് റിട്ടൺ വാണിംഗ് കൊടുത്തിട്ടും അയാൾ അതേ തെറ്റ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഓർഗനൈസേഷനിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ബെനിഫിറ്റ്, പ്രിവിലേജ് അയാൾക്ക് കട്ട് ചെയ്യും, കൊടുക്കില്ല എന്ന് വരും. ഇനി അടുത്തത് ഫൈൻ. Sometimes the company may fine the employee for the commitment of certain offences. This amount should be deducted from his wages. ഇനി മൈനർ പനിഷ്മെൻറ്റിൽ വരുന്ന അടുത്തതാണ് ഫൈൻ ഈടാക്കും. ഈ തെറ്റിനെ ആവർത്തിച്ചാൽ ഇത്ര രൂപ ഫൈൻ ഇടണമെന്ന് പറയും. ആ ഫൈൻ എംപ്ലോയിയുടെ വേജിൽ നിന്ന് കട്ട് ചെയ്യും. സോ ദീസ് ആർ ദ മൈനർ പനിഷ്മെൻറ്റ്സ്: ഓറൽ വാണിംഗ്, റിട്ടൺ വാണിംഗ്, ലോസ് ഓഫ് പ്രിവിലേജസ് ആൻഡ് ഫൈൻസ്. The next is the major punishment. Major punishment എപ്പോഴാണ് കൊടുക്കുക? When the offense committed by the employee is serious one, then major punishment should be given.
അപ്പോൾ അതിൽ വരുന്ന ഒന്നാമത്തെയാണ് വിത്ത് ഹോൾഡിങ് ഇൻക്രിമെൻറ്റ്. ഇൻക്രിമെൻ്റ് എന്താണെന്നറിയാം അല്ലേ? എല്ലാ വർഷവും സാലറിയിൽ ഇൻക്രീസ് കൊടുക്കുന്നതിനാണ് ഇൻക്രിമെൻ്റ് എന്ന് പറയുക. അപ്പോൾ സ്ഥിരമായിട്ട് സീരിയസ് ഒഫൻസ് നടത്തിയൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻക്രിമെൻറ്റ് വിത്ത് ഹെൽഡ് ചെയ്യും, കൊടുക്കില്ല. ദീസ് ടൈപ്പ് ഓഫ് പണിഷ്മെൻറ്റ് ഈസ് ജനറലി ഗിവൺ ടു സീരിയസ് ഒഫൻസസ്. A proper procedure is followed for awarding such punishment. Second one is suspension. The employees may be suspended for his offence for a period. It extends the severity of the offence. ഒരു നിശ്ചിത കാലയളവിലേക്ക് എംപ്ലോയിനെ സസ്പെൻഡ് ചെയ്യും. പെൻഡിങ് എൻക്വയറി ഇട്ടുകൊണ്ട് സസ്പെൻഡ് ചെയ്യും. എത്ര ദിവസത്തെ സസ്പെൻഷൻ കൊടുക്കണം എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അതിൻ്റെ സീരിയസ്നെസ്സിനനുസരിച്ച്. ചില കേസുകളിൽ 2 ദിവസം, ചില കേസിൽ 1 വീക്ക് സസ്പെൻഷൻ ആയിരിക്കും. അതിനനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്തു പോകും പീരീഡ്. മൂന്നാമത്തെയാണ് മേജർ പണിഷ്മെൻറ്റിൽ വരുന്നത് ഡിമോഷൻ. എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ലോവർ ഗ്രേഡിലുള്ള ജോലിയിലേക്ക് എംപ്ലോയിനെ നമ്മൾ താഴ്ത്തണം. ഇറ്റ് മീൻസ് ചേഞ്ചിങ് ദ പൊസിഷൻ ഓഫ് എംപ്ലോയി ഫ്രം എ ഹയർ ഗ്രേഡ് ടു ലോവർ ഗ്രേഡ്. ദിസ് ടൈപ്പ് ഓഫ് പണിഷ്മെൻറ്റ് ഇൻവോൾവ്സ് കണ്ടംനേഷൻ ഓഫ് ആൻ എംപ്ലോയി who is not suitable for the present assignment. That means he is not competent to continue in the existing post. നമ്മൾ കൊടുത്തേക്കുന്ന ഹയർ ലെവലിൽ അയാൾ എപ്പോഴും ലാപ്സുകൾ വരുത്തുകയാണെങ്കിൽ ആ പോസ്റ്റിന് അയാൾ ആപ്റ്റ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനേക്കാൾ താഴെ ഗ്രേഡിലുള്ളൊരു പോസ്റ്റിലേക്ക് നമ്മൾ അയാളെ ഡീഗ്രേഡ് ചെയ്യും. അതിനെയാണ് ഡിമോഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അതും ഒരു മേജർ പണിഷ്മെൻ്റ് ആണ്. ദെൻ നാലാമത്തെയാണ് ഡിസ്ചാർജ്. ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് ആൻ എംപ്ലോയി ഫ്രം ഹിസ് ജോബ്. ഡിസ്ചാർജ് ഓഫ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അറിയാലോ, അയാൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയിൽ നിന്ന് അയാളെ നമ്മൾ റിമൂവ് ചെയ്യും. ഇറ്റ് ഈസ് ജനറലി റെഫേർഡ് ആസ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്. ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്നാണ് നമ്മളിതിനെ അറിയപ്പെടുന്നത്. ഇറ്റ് മേ ബി എ പാർട്ട് ഓഫ് പണിഷ്മെൻറ്റ് ഓർ അതർവൈസ് ഇഫ് എ പേഴ്സൺ ഈസ് നോട്ട് അപ് ടു ദ മാർക്ക് ഇൻ ദ പ്രസൻറ്റ് ജോബ്. ഇപ്പോൾ കൊടുത്തേക്കുന്ന ജോലിയിൽ അയാൾ ആപ്റ്റ് അല്ല എന്ന് തോന്നിയാൽ നമ്മൾ അയാൾ എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് മേജർ പണിഷ്മെൻറ്റ് ഈസ് ഡിസ്മിസൽ, പിരിച്ചുവിടുക. Okay, it is the maximum punishment given to an employee for his serious offense committed in the organization. The person loses his job. അയാൾക്ക് ആ ജോലി തന്നെ നഷ്ടപ്പെടും. This type of punishment is rarely given. അത്ര ക്യൂർ ചെയ്യാൻ പറ്റാത്ത അത്രയും സീരിയസ് ഒഫൻസിന് മാത്രമേ നമ്മൾ എന്ത് കൊടുക്കാറുള്ളൂ? ഡിസ്മിസൽ കൊടുക്കാറുള്ളൂ. കാരണം ദിസ് ഈസ് ദ മാക്സിമം പണിഷ്മെൻറ്റ് ഗിവൺ ടു ആൻ എംപ്ലോയി. അല്ലെങ്കിൽ സസ്പെൻഷൻ നടത്തുക, സസ്പെൻഷനിൽ ഒതുക്കും. അപ്പോൾ അത്ര സീരിയസ് ഒഫൻസുകൾക്കാണ് നമ്മൾ ഡിസ്മിസൽ കൊടുക്കുക. മനസ്സിലായോ? സോ വെരി ഇമ്പോർട്ടൻറ്റ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ, ടൈപ്സ് ഓഫ് പണിഷ്മെൻറ്റ്. ദ നെക്സ്റ്റ് അവിടെ നമ്മളൊരു ഇത് പറയുന്നുണ്ട്, പണിഷ്മെൻറ്റ്സ് ഒക്കെ സ്റ്റാൻഡേർഡ് ഡിസിപ്ലിനറി പ്രൊസീജിയർ. എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ ഫോർമലായിട്ടൊരു ഡിസിപ്ലിനറി പ്രൊസീജിയർ ചെയ്യുക? അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് കംപ്ലൈൻറ്റ് ഇൻ റൈറ്റിംഗ്. ഒരു എംപ്ലോയിനെ പറ്റി ഒരു പരാതി ഉണ്ടെങ്കിൽ എന്ത് വേണം? അത് റൈറ്റിങ്ങിൽ എഴുതി കിട്ടണം. ഓറലി പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ആ കംപ്ലൈൻറ്റ് റിസീവ് ചെയ്യാം. 2, മീറ്റിംഗ് വിത്ത് ദ എംപ്ലോയി. കംപ്ലൈൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാനേജ്മെൻറ്റും എംപ്ലോയിയും തമ്മിൽ മീറ്റ് ചെയ്യുക. 3ാമത്തെ അപ്പീൽ. ഇതാണ് ശരിക്കും ഒരു ഡിസിപ്ലിനറി പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ആഫ്റ്റർ ഹിയറിംഗ് മാനേജ്മെൻറ്റ് ക്യാൻ എയ്തർ, ഇപ്പോൾ എംപ്ലോയിനെ ഹിയറിങ്ങിന് വിളിക്കുക, അതാണ് സെക്കൻഡ് സ്റ്റേജ്, മീറ്റിംഗ് വിത്ത് എംപ്ലോയി. ആ ഹിയറിംഗ് കഴിയുമ്പോൾ മാനേജ്മെൻറ്റിന് താഴെ പറയുന്ന എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. 1, ഡ്രോപ്പ് ദ മാറ്റർ. അത്ര എന്താ പറയുക, വളരെ സില്ലി ആയിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അത്ര വലിയ പ്രശ്നമില്ലാന്ന് തോന്നിയാൽ മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യാം? ആ മാറ്റർ അവിടെ ഡ്രോപ്പ് ചെയ്യാം. 2, പ്രൊവൈഡ് കൗൺസിലിംഗ് ഓർ ട്രെയിനിങ്. ചില കേസിൽ എംപ്ലോയിക്ക് ഒരു കൗൺസിലിങ്ങോ ട്രെയിനിങ്ങോ കൊടുത്താൽ ഇമ്പ്രൂവ് ചെയ്യാവുന്ന കേസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളവിടെ കൗൺസിലിങ്ങോ ട്രെയിനിങ്ങോ കൊടുക്കും. ഓർ ടേക്ക് ഡിസിപ്ലിനറി ആക്ഷൻ. ചില കേസിൽ ഒഫൻസ് സീരിയസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ പറഞ്ഞ പോലുള്ള ഏതെങ്കിലും ഒരു ഡിസിപ്ലിനറി ആക്ഷൻ, മൈനർ ഓർ മേജർ പണിഷ്മെൻറ്റ് അവിടെ തീർപ്പാക്കണം. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഹിയറിംഗ് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് കരുതണോ? The next is the very important topic of university examination and also for external viva or something else. Hot stove rule. Very important topic related to punishment. Hot stove rule. പണിഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻസ് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു അപ്രോച്ചാണിത്. So, a popular and effective disciplinary rule used today by many managers is known as the hot stove rule of discipline. മിക്ക ഓർഗനൈസേഷനുകളിലും ഇപ്പോൾ മാനേജേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻ സിസ്റ്റമാണ് എന്ത്? ഹോട്ട് സ്റ്റവ് റൂൾ എന്ന് പറയുന്നത്.
The hot stove rule of Douglas McGregor gives a good illustration on how to impose disciplinary action without generating resentment. നമുക്കറിയാം മാനേജ്മെൻറ്റ് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുമ്പോൾ എന്തായാലും എംപ്ലോയീസിനിടയിൽ ഒരു വെറുപ്പുണ്ടാവും അല്ലേ, ദേഷ്യം വെറുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ റിസെൻമെൻ്റ് ഇല്ലാതെ, വെറുപ്പില്ലാതെ എങ്ങനെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാം എന്നുള്ളതാണ് ഡൗഗ്ലാസ് മാക്ഗ്രെഗർ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണേ, അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിനറി സിസ്റ്റത്തിൽ പറയണേ. Here, this rule draws a comparison between touching a hot stove and undergoing discipline. നമ്മുടെ ഓർഗനൈസേഷനിൽ കൊടുക്കുന്ന ഡിസിപ്ലിനെ ചുട്ട് പഴുത്ത് തീയിൽ നിൽക്കുന്ന ഒരു സ്റ്റവ്, നമ്മൾ തീ കത്തിച്ചിരിക്കുന്ന സ്റ്റവ് ഇല്ലേ, സ്റ്റൗമ്മ കൈവച്ച് എന്താ ഉണ്ടാവുക, അത് ആ കത്തി നിൽക്കുന്ന ചൂടായി നിൽക്കുന്ന സ്റ്റൗമ്മ കൈവച്ചാൽ പൊള്ളും എന്നുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം അല്ലേ. എനിക്കറിയാം അതുമ്മ തൊട്ടാൽ കൈ പൊള്ളും എന്നുള്ളത്, എന്നിട്ടും ഞാൻ തൊട്ടാൽ എനിക്ക് പൊള്ളും അല്ലേ. അപ്പോൾ അവിടെ ഒരു ഓർഗനൈസേഷനിലെ ഡിസിപ്ലിനറി സിസ്റ്റം ഇതാണ്. അതായത് ഞാൻ ഈ തെറ്റ് ചെയ്താൽ എനിക്ക് ഇന്ന ശിക്ഷ കിട്ടും എന്നുള്ളത് എനിക്കറിയാം, ഹോട്ട് സ്റ്റൗമ്മ തൊടുന്ന പോലെ തന്നെ. എന്നിട്ടും ഞാനത് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, പൊള്ളും അല്ലേ, അതേപോലെ ശിക്ഷ കിട്ടും. അപ്പോൾ എംപ്ലോയിക്ക് അവിടെ ഒരു വെറുപ്പുണ്ടാവില്ല, കാരണം അതിനോട് ആ ഒരു അപ്രോച്ചിലാണ് ഇവർ ഹോട്ട് സ്റ്റവ് റൂൾ എന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ടച്ചിങ് എ ഹോട്ട് സ്റ്റവിനെയും ഡിസിപ്ലിനറി ആക്ഷനെയും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. വെൻ യു ടച്ച് എ ഹോട്ട് സ്റ്റവ് യുവർ ഡിസിപ്ലിൻ ഈസ് ഇമ്മീഡിയറ്റ് വിത്ത് വാർണിംഗ്, കൺസിസ്റ്റൻറ്റ് ആൻഡ് ഇംപേഴ്സണൽ. അവിടെ ഒരു പാർഷ്യാലിറ്റി ഉണ്ടോ, ഞാൻ തൊട്ടാൽ കൈ പൊള്ളും, നീ തൊട്ടാൽ കൈ പൊള്ളില്ല, അങ്ങനെയുണ്ടോ? ആര് തൊട്ടാലും പൊള്ളും അല്ലേ. അവിടെ ഇംപേഴ്സണലാണ്, കൺസിസ്റ്റൻ്റ് ആണ്, എല്ലാവർക്കും ഒരേപോലുള്ള പനിഷ്മെൻ്റാണ്. അതേപോലെ തന്നെ വാർണിംഗും ഉണ്ട്, തൊട്ടാൽ പൊള്ളും എന്നുള്ളത് എനിക്ക് നേരത്തെ അറിയാം, വാർണിംഗും ഉണ്ട്. This model for enforcement of discipline should have 4 important characteristics of a red hot stove. ഒരു ചുട്ട് പഴുത്ത് നിൽക്കുന്ന സ്റ്റൗവിൻ്റെ 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടുത്തെ ഡിസിപ്ലിൻ അപ്രോച്ചിൽ വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് അഡ്വാൻസ് വാർണിംഗ്. അഡ്വാൻസ് വാർണിംഗ് എന്താ? എ റെഡ് ഹോട്ട് സ്റ്റവ് ടെൽസ് us don't touch me, you will suffer അല്ലേ. നമ്മൾ ചുട്ടുപഴുത്തിക്കുന്ന ഒരു സ്റ്റൗ എന്ന് പറയുമ്പോൾ എന്നെ തൊടരുത്, തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊള്ളും എന്നുള്ളൊരു അഡ്വാൻസ് വാർണിംഗ് തരുന്നുണ്ട്. സിമിലർലി എ വർക്കർ നോസ് വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് ഹിം ആൻഡ് വാട്ട് വിൽ ബി ദ റിസൾട്ട് ഇഫ് ഹി ഫെയിൽസ് ടു ലിവ് അപ്പ് ടു ദോസ് എക്സ്പെക്റ്റേഷൻ. എന്നിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻ എന്താണ് കമ്പനിക്ക്, ആ എക്സ്പെക്റ്റേഷനിൽ എത്തിയില്ലെങ്കിൽ എന്തായിരിക്കും പനിഷ്മെൻറ്റ്, റിസൾട്ട്, ഇത് എംപ്ലോയിക്ക് നേരത്തെ കൂട്ടി അറിയാം. He knows the rules and regulations previously issued to him by the company prescribing the penalty for violation of any particular rule. ആ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതിലേതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്താൽ എന്താണ് പെനാൽറ്റി എന്നുള്ളതും എനിക്ക് നേരത്തെ തന്നെ അറിയാം. അതാണ് അഡ്വാൻസ് വാർണിംഗ്. സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹോട്ട് സ്റ്റവ് ഈസ് ഇമ്മീഡിയറ്റ് എഫക്റ്റ്. നമ്മൾ ചുട്ടുപഴുത്തിക്കുന്ന സ്റ്റൗമ്മ തൊട്ട ഉടനെ പൊള്ളൽ കിട്ടും അല്ലേ, അല്ലാതെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് പൊള്ളുക, അല്ല, ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആണ്. ഇഫ് എ പേഴ്സൺ ഓവർലുക്സ് ദ അഡ്വാൻസ് വാർണിംഗ് ആൻഡ് ടച്ചസ് ദ സ്റ്റവ് ഗെറ്റ്സ് ഇമ്മീഡിയറ്റ് റിസൾട്ട്. ദാറ്റ് ഈസ് എന്താ റിസൾട്ട് എന്ന് പറയണേ? ഫിംഗേഴ്സ് മേ സഫർ ബേൺസ്. അഡ്വാൻസ് വാർണിങ്ങിനെ മറികടന്നുകൊണ്ട് ഞാൻ സ്റ്റൗമ്മ തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ കൈ അപ്പം തന്നെ പൊള്ളും. ലൈക്ക്വൈസ് വർക്കേഴ്സ് മേ ഗെറ്റ് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഓൺ കമ്മിറ്റിംഗ് എനി ആക്ട് ഓഫ് ഡിസിപ്ലിൻ. ഇൻഡിസിപ്ലിൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ വർക്കേഴ്സിന് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഇനി മൂന്നാമത്തെ കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരത. ആദ്യമായിട്ട് സ്റ്റൗമ്മ തൊട്ടു, എൻ്റെ കൈ പൊള്ളി, ഇനി രണ്ടാമത് പ്രാവശ്യം തൊട്ടു, പൊള്ളാതിരിക്കുമോ? ഇല്ല. എവറി ടൈം വി ടച്ച് ദ ഹോട്ട് സ്റ്റവ് വി ഗെറ്റ് ബേൺഡ്. എപ്പോഴൊക്കെയാണോ നമ്മൾ സ്റ്റൗമ്മ തൊടണേ അപ്പോഴൊക്കെ നമുക്ക് കൈ പൊള്ളും. എവറി ടൈം എ വർക്കർ കമ്മിറ്റ്സ് ഇൻ ഡിസിപ്ലിൻ ഹീ ഷുഡ് ബി പീനലൈസ്ഡ്. അതേപോലെ എപ്പോഴൊക്കെയാണോ ഒരു വർക്കർ ഇൻഡിസിപ്ലിൻ ചെയ്യണേ അപ്പോഴൊക്കെ അയാൾക്ക് ശിക്ഷ കിട്ടും. കൺസിസ്റ്റൻസി ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡിസിപ്ലിനറി ആക്ഷൻ ഈസ് എസെൻഷ്യൽ. അതുപോലെ ഡിസിപ്ലിനറി ആക്ഷനിൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. ദ ലാസ്റ്റ് വൺ ഈസ് ഇംപേഴ്സണൽ അപ്രോച്ച്. റെഡ് ഹോട്ട് സ്റ്റവ് ഫങ്ഷൻസ് യൂണിഫോംലി ഫോർ ഓൾ. ഞാൻ പറഞ്ഞു ആര് തൊട്ടാലും പൊള്ളും. ഡൂയിങ് എവേ വിത്ത് എനി ഫേവറേറ്റ്സ്. എന്തെങ്കിലും രീതിയിലുള്ള പാർഷ്യാലിറ്റി ഉണ്ടോ? കുട്ടികൾക്കില്ല, വയസ്സായവർക്കില്ല, പണക്കാർക്കില്ല, പാവപ്പെട്ടവർക്കില്ല, അങ്ങനെ ഉണ്ടോ? ആര് തൊട്ടാലും കൈ പൊള്ളും അല്ലേ. ഇൻ ദ സെയിം വേ മാനേജ്മെൻറ്റ് ഷുഡ് നോട്ട് ഡിസ്ക്രിമിനേറ്റ് ഇൻ ഇമ്പോസിങ് പനിഷ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ്
കാസ്റ്റ്, ക്രീഡ്, കളർ, സെക്സ് എക്സെട്ര. മാനേജ്മെൻറ്റ് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുമ്പോഴും പനിഷ്മെൻറ്റ് കൊടുക്കുമ്പോഴും കാസ്റ്റിനോ ക്രീഡിനോ അനുസരിച്ചോ അല്ലെങ്കിൽ കളറിനനുസരിച്ചോ സെക്സിനനുസരിച്ചോ ഒന്നും തന്നെ ഈ പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. ഇറ്റ് ഷുഡ് ഗ്യാരണ്ടി ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു ഈക്വാലിറ്റി. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള പനിഷ്മെൻ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ദസ് these 4 characteristics should be kept in mind before administrating any disciplinary action. Very important topic ആണ് കേട്ടോ. ഹോട്ട് സ്റ്റവ് റൂൾ പ്രകാരം ഏതൊരു ഓർഗനൈസേഷനിൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ഈ ഒരു റൂള് മനസ്സിൽ വെക്കണം. ദ നെക്സ്റ്റ് റോൾ ഓഫ് HR മാനേജർ ഇൻ മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ. ഒരു ഓർഗനൈസേഷനിൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ HR മാനേജറുടെ റോൾ എന്താണ്? ഓക്കെ, സോ HR മാനേജർ ഹാസ് എ ക്രൂഷ്യൽ റോൾ ടു പ്ലേ in maintaining the effective employee discipline in the organization. So he has a number of responsibilities in this regard. അയാൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഒന്ന്, അഡ്വൈസിങ് ആൻഡ് അസിസ്റ്റിംഗ് ടോപ്പ് ലൈൻ മാനേജ്മെൻറ്റ് ഇൻ ഡിറ്റർമിനിങ് ആൻഡ് ഡെവലപ്പിംഗ് ആൻ അപ്രോപ്രിയേറ്റ് ഡിസിപ്ലിനറി പ്രൊസീജിയർ. ഏറ്റവും യോജിച്ച ഡിസിപ്ലിനറി പ്രൊസീജിയർ എടുക്കാനായിട്ട് ടോപ്പ് മാനേജ്മെൻറ്റിനെ സഹായിക്കുക, അവരെ അഡ്വൈസ് ചെയ്യുക. 2, അസിസ്റ്റിംഗ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഡിസിപ്ലിനറി പ്രൊസീജിയർ ടു ഓൾ എംപ്ലോയീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എടുത്തിരിക്കുന്ന ഡിസിപ്ലിനറി പ്രൊസീജിയർ എല്ലാ എംപ്ലോയീസിനെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി. 3, മേക്കിംഗ് ഷുവർ ദാറ്റ് ദ ഡിസിപ്ലിനറി പോളിസി കൺഫോംസ് ടു ദ ലീഗൽ പ്രൊവിഷൻസ്. നമ്മുടെ കമ്പനിയിൽ എടുത്തിരിക്കുന്ന ഡിസിപ്ലിനറി പോളിസി എല്ലാ ലീഗൽ പ്രൊവിഷൻസിനെയും അനുസരിച്ചിട്ടുള്ളതാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. മേക്കിംഗ് ഷുവർ ദാറ്റ് ദ ഡിസിപ്ലിനറി ആക്ഷൻ ഈസ് ഫെയർ ആൻഡ് കൺഫോംസ് വിത്ത് അപ്രോപ്രിയേറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ മാനേജ്മെൻറ്റ്. വളരെ ന്യായമായിട്ടുള്ളതും അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റിൻ്റെ എല്ലാ പ്രിൻസിപ്പിൾസിനും യോജിച്ച രീതിയിലാണ് നമ്മുടെ കമ്പനിയിലെ ഡിസിപ്ലിനറി പ്രൊസീജിയർ ഫോർമുലേറ്റ് ചെയ്തേക്കണേ എന്നുള്ളത് എൻഷുർ ചെയ്യുക. അടുത്ത പോയിന്റ്, ട്രെയിനിങ് ദ സൂപ്പർവൈസേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ്സ് ഇൻ ഡീലിംഗ് വിത്ത് ഡിസിപ്ലിനറി കേസസ് ആൻഡ് പ്രോബ്ലംസ്. റഫായിട്ടുള്ള രീതിയിൽ ചെയ്യരുത്, വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡിസിപ്ലിനറി പ്രൊസീജിയർ. കാരണം ഒരിക്കലും എംപ്ലോയീസിനൊരു മെൻ്റൽ ഹരാസ്മെൻറ്റോ സൂയിസൈഡിലേക്കൊന്നും പോകുന്നതിലേക്ക് ആവാൻ പാടില്ല നമ്മൾ കൊടുക്കുന്ന ഡിസിപ്ലിനറി പ്രൊസീജിയർ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ അത് എടുക്കാൻ വേണ്ടി എക്സിക്യൂട്ടീവ്സിനും ടോപ്പ് മാനേജ്മെൻറ്റിനും ഒക്കെ എന്ത് കൊടുക്കുക? ട്രെയിനിങ് കൊടുക്കുക. അടുത്തത്, ഇൻവോൾവിങ് ദ ട്രേഡ് യൂണിയൻസ് ആൻഡ് എംപ്ലോയേഴ്സ് ഇൻ ഡിറ്റർമിനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ഡിസിപ്ലിനറി പ്രൊസീജിയർ. ഈ ഡിസിപ്ലിനറി ഇന്ന തെറ്റ് ചെയ്താൽ ഇതാണ് ശിക്ഷ, അങ്ങനെ ഡിസിപ്ലിനറി പ്രൊസീജിയർ ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് എംപ്ലോയീസിൻ്റെയും ട്രേഡ് യൂണിയൻ്റെയും ഇൻവോൾവ്മെൻറ്റ് ആവശ്യപ്പെടുക. അപ്പോൾ അവരുടെ അറിവോടുകൂടി എടുത്തേക്കുന്ന ഡിസിപ്ലിനറി ആക്ഷൻ ഒരിക്കലും എതിർപ്പുണ്ടാവില്ല. അടുത്തത്, ഡെവലപ്പിംഗ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് സെൽഫ് കൺട്രോൾ on the part of the employee and winning over the confidence of employees in disciplinary principles and procedures. എംപ്ലോയീസിൻ്റെ കോൺഫിഡൻസ്, ഈ ഞാൻ പറഞ്ഞു അവരുടെ ഇൻവോൾവ്മെൻറ്റ് വരുമ്പോൾ തന്നെ അവർക്കറിയാം ഇന്ന തെറ്റ് ചെയ്താൽ ഇതാണ് ശിക്ഷ എന്നുള്ളത്. അപ്പോൾ ആ പോളിസീസും പ്രൊസീജിയേഴ്സും അതിൽ എംപ്ലോയീസിൻ്റെ കോൺഫിഡൻറ്റ് നേടിയെടുക്കുക, അങ്ങനെ അവരെ സെൽഫ് കൺട്രോൾ ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്തെടുക്കുക. കാരണം അവർ സ്വയം കൺട്രോൾഡ് ആവും ഇന്ന തെറ്റ് ചെയ്യരുത് എന്നുള്ളതിൽ. അപ്പോൾ അത്രയൊക്കെയാണ് റോൾ ഓഫ് HR മാനേജർ ഇൻ മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ. ദ നെക്സ്റ്റ്, പ്രിവെൻറ്റീവ് ആക്ഷൻ. എന്താണ് പ്രിവെൻറ്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ? പ്രിവെൻറ്റീവ് ആക്ഷൻ എംഫസൈസ് ദ ക്രിയേഷൻ ഓഫ് ആൻ എൻവയോൺമെൻറ്റ് വെർ ഡിസിപ്ലിനറി ആക്ഷൻ ഈസ് റെയർലി നീഡഡ്. പ്രിവെൻറ്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് ആൻ എൻവയോൺമെൻറ്റ്. നമുക്ക് ഒരു കാരണവശാലും ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ടി വരരുത്, അങ്ങനെയുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രിവെൻറ്റീവ് ആക്ഷൻ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കാരണവശാലും ഓരോ എംപ്ലോയീസും ഇൻഡിസിപ്ലിൻ വരുത്താതെ നോക്കുക. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രിവെൻറ്റീവ് ആക്ഷൻ എന്ന് പറയണത്. അതിൽ മെയിനായിട്ട് വരുന്നത് ഒരു 8 പോയിൻ്റാണ് നമ്മൾ പറയണേ. 1, ആക്സെപ്റ്റ് ദ ചലഞ്ച്. നമുക്കറിയാം ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫിക്കൽട്ടാണ്, അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻറ്റും ആണ്.
സോ അവോയ്ഡ് ഡിനൈയിങ് ദ റോൾ ഇൻ ഡിസിപ്ലിൻ. അതുകൊണ്ട് തന്നെ ആ ഡിസിപ്ലിനിൽ ഒരു രീതിയിലുള്ള വീഴ്ചകൾ വരുത്താതെ നമ്മൾ ശ്രദ്ധിക്കുക. അതൊരു ചലഞ്ചാണെന്ന് നമുക്കറിയാം. കാരണം 8 മണിക്ക് പഞ്ച് ചെയ്യണമെങ്കിൽ 8 മണിക്ക് നമ്മൾ എത്തണം. അതിന് 6 മണിക്ക് വീട്ടിൽ ഇറങ്ങേണ്ടി വന്നാൽ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഒരു കാരണവശാലും ലേറ്റ് കമ്മിങ് അവിടെ വരരുത്. അപ്പോൾ അങ്ങനെയുള്ള ആ ചലഞ്ചിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് മെത്തേഡ്. 2, ഡിസിപ്ലിൻ ദ ബിഹേവിയർ, നോട്ട് ദ പേഴ്സൺ. ദാറ്റ് മീൻസ് അവോയ്ഡ് ക്രിട്ടിസൈസിങ് എംപ്ലോയീസ് പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യേണ്ടത് എന്തിനെയാണ്? ആക്ഷനെയാണ്, നോട്ട് ദ എംപ്ലോയി. അത് ചെയ്ത വ്യക്തിയല്ല, വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിനെ ആയിരിക്കണം നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്. ഇപ്പോൾ നമ്മൾ ലേറ്റായിട്ട് വരുന്ന എംപ്ലോയിനെ അല്ലെങ്കിൽ നിൻ്റെ സ്വഭാവമാണ് അത്, അല്ലെങ്കിൽ അങ്ങനെ ആ പേഴ്സണെ ക്രിട്ടിസൈസ് ചെയ്യരുത്, പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സിനെ ക്രിട്ടിസൈസ് ചെയ്യരുത്. പകരം ആ ലേറ്റ് കമ്മിങ് എന്നുള്ള ആക്ഷനെ ആയിരിക്കണം നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്. 3, ഡെവലപ്പ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അതായത് നമ്മുടെ എംപ്ലോയീസിനോട്, ബിസിനസ്സിനോട്, സൂപ്പർവൈസേഴ്സിനോട്, ഇവർക്കിടയിലൊക്കെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കമ്പനിയോട് നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് വരും. ഇൻഡിസിപ്ലിൻഡ് ആക്ഷൻ ഒന്നും നമ്മൾ ചെയ്യില്ല. 4, നോ ദ ലോ. അതായത് ചിലപ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി ലോസ് ഉണ്ടാവും, കോമൺ ലോസ് ഉണ്ടാവും, ഫെയർനെസ്, കൺസിസ്റ്റൻസി എന്നൊക്കെ പറയണതില്ലേ. ആ ലോയുടെ കറക്റ്റ് ആ നിയമപ്രകാരമുള്ള ശിക്ഷകൾ മാത്രമേ നമ്മൾ കൊടുക്കുക. ആ ലോയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതെന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് പുട്ട് റൂൾസ് ഇൻ പ്ലേസ്. റൂൾസ് എന്ന് പറഞ്ഞാൽ എസെൻഷ്യലാണ്. നോ ലീനിയൻസി ഇൻ റൂൾസ്. നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ നിയമങ്ങളിൽ ലീനിയൻസി കാണിക്കരുത്. ലീനിയൻസി കാണിച്ച്, അതായത് കണ്ണടയ്ക്കരുതെന്ന്. ലീനിയൻസി കാണിച്ചു പോയാൽ പിന്നെ നമുക്ക് ആ റൂളിനെ തിരിച്ചു പിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു കമ്പനി നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണമെങ്കിൽ റൂൾസ് എസെൻഷ്യലാണ്, അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം തന്നെ കൊടുക്കുക. ഇതൊക്കെയാണ് പ്രിവെൻറ്റീവ് ആക്ഷൻ എന്നുള്ളതിൽ പറയുന്നത് കേട്ടോ. അടുത്തത് ട്രെയിൻ സൂപ്പർവൈസേഴ്സ്. സൂപ്പർവൈസേഴ്സ് മസ്റ്റ് നോ ദ റൂൾസ് ഓഫ് ദ കമ്പനി. നമ്മുടെ കമ്പനിയുടെ റൂൾസ് എന്താണെന്നുള്ളത് അവരറിയണം, അതിനുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കുക. ദെൻ ഹയർ ദ റൈറ്റ് പീപ്പിൾ. അത് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ആപ്റ്റായിട്ടുള്ള എംപ്ലോയീസിനെ അതാത് ജോലിയിലേക്ക് പ്ലേസ്മെൻറ്റ് നടത്തുക. അപ്പോൾ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഫിറ്റ് ദ എംപ്ലോയി, അതിന് യോജിച്ച ജോബ് സ്പെസിഫിക്കേഷൻ ഉള്ള ആൾക്കാരെ മാത്രം നമ്മൾ അപ്പോയിൻ്റ് ചെയ്യുക. മേക്ക് റൂൾസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എംപ്ലോയർ ഓറിയൻറ്റേഷൻ. എംപ്ലോയി ഓറിയൻറ്റേഷൻ നടത്തുന്ന സമയത്ത് തന്നെ നമ്മുടെ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. അതായത് എംപ്ലോയീസ് ഫസ്റ്റ് ഡേ ഓൺ ദ ജോബ് ഈസ് ദ റൈറ്റ് ടൈം ടു എക്സ്പ്ലെയിൻ ദ റൂൾസ്, ഡിസ്ക്രൈബ് ഡിസിപ്ലിൻ എക്സെട്ര. ഞാൻ അവിടെ ഒരു കമ്പനിയിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഡേറ്റിൽ തന്നെ ആ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഡിസിപ്ലിനറി ആക്ഷനും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക. അതാണ് ഏറ്റവും ആപ്റ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രിവെൻറ്റീവ് ആക്ഷൻ, ഇൻഡിസിപ്ലിൻ തടയാനും പനിഷ്മെൻറ്റ് തടയാനും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പറയണത്. 8 പോയിൻ്റ് ഉണ്ട് കേട്ടോ. ദ നെക്സ്റ്റ് ഈസ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പനിഷ്മെൻറ്റ് കൊടുക്കുമ്പോൾ? ലൈക്ലി പെനാലിറ്റി. എന്താണ്? ഓരോ ശിക്ഷയ്ക്കും നമുക്ക് കൊടുക്കാവുന്ന മാക്സിമം പെനാലിറ്റി എന്താണ്? പെനാലിറ്റി ഇമ്പോസ്ഡ് ഓൺ സിമിലർ കേസസ് ഇൻ ദ പാസ്റ്റ്. ഇതേ കേസിന് മുൻപ് നമ്മൾ എത്രയാണോ പെനാൽറ്റി കൊടുത്തേ, അതായത് ഒരിക്കലും വേരിയേഷൻ ഉണ്ടാവരുതെന്ന്, ഒരേപോലത്തെ ആൾക്ക് ഒരേപോലത്തെ പെനാൽറ്റി കൊടുക്കാവൂ. ഡിസിപ്ലിനറി റെക്കോർഡ്. ഇനി എന്തുണ്ടായിരിക്കണം? ഇൻഡിസിപ്ലിൻ എഴുതി വെക്കാനായിട്ട് എംപ്ലോയി റെക്കോർഡ് ഉണ്ടായിരിക്കണം. എനി സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് വിച്ച് മറ്റ് മേക്ക് ഇറ്റ് അപ്രോപ്രിയേറ്റ് ടു അഡ്ജസ്റ്റ് ദ സെക്യൂരിറ്റി ഓഫ് ദ പെനാലിറ്റി. ഇനി ആ പെനാൽറ്റിയിൽ എന്തെങ്കിലും ഇളവ് വരുത്തണമെങ്കിൽ അതിനുള്ള സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് എന്തൊക്കെയാണ്? ഇപ്പോൾ വളരെ ജെന്യുവൻ ആയിട്ടുള്ള കേസൊക്കെ ഉണ്ടെങ്കിൽ പെനാൽറ്റിയിൽ എന്തെങ്കിലും ഇളവ് വരുത്താൻ സാധ്യതയുണ്ടോ? ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫാക്ടേഴ്സ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ്. സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ സെഷൻ, end of the topic, and very important for university essay. What are the types of punishment? What are the stages in the punishment procedure? Role of HR manager, hot stove rule, and preventive action. Okay, thank you.